بسم الله الرحمن الرحيم بسم الله الرحمن الرحيم قال الإمام البخاري رحمه الله تعالى باب من الدين الفرار من الفتن وبه كان الشيخ الإمام الحافظ أمير المؤمنين في الحديث أبو عبد الله محمد بن إسماعيل البخاري رحمه الله تعالى ونفعنا بعلومه. حدثنا عبد الله بن مسلمة عن مالك عن عبد الرحمن بن عبد الله بن عبد الرحمن بن أبي صعصعة عن أبيه عن أبي سعيد الخدري رضي الله عنه وعنهم أنه قال رسول الله صلى الله عليه وسلم يوشك أن يكون خير مال المسلم غنم يتبع بها شعف الجبال ومواقع القطر يفر بدينه من الفتن. വേദശേഷ മഹാസത്യപാതാരം അസഹുൽ കുത്തുബി ബഅദ കിതാബില്ലാഹി സ്വഹീഹുൽ ബുഖാരി എന്ന നമ്മുടെ ഈ ദർസിലെ 62ാമത്തെ ദർസാണിത്. ബഹുമാനപ്പെട്ട ഇമാം ബുഖാരി റഹ്മത്തുള്ളാഹി അലൈഹി പറയുന്നു, ബാബുൻ, ഇതൊരു ബാബാണ്. മിനദ്ദീനി, ദീനിൽപ്പെട്ടതാണ്. അൽ ഫിറാറു, ഓടൽ. മിനൽ ഫിതനി, ഫിത്നകളെ തൊട്ട്. ദീനിയായ ഏതെങ്കിലും വിഷയങ്ങൾക്ക് കോട്ടം പറ്റുന്ന നിരക്കുള്ള കാലത്ത് ജീവിക്കുന്ന ആളുകൾ ജനങ്ങളുമായി കൂടിക്കലർന്നാൽ അവൻ്റെ ദീനിനിക്ക് എന്തെങ്കിലും പ്രശ്നങ്ങൾ വന്നു പോകും. അവൻ്റെ വക്കൽ നിന്ന് ഈബത്ത് വന്നേക്കാം, നമീമത്ത് വന്നേക്കാം, ആളുകളെ സ്വൈപ്പാക്കൽ വന്നേക്കാം, അല്ലെങ്കിൽ പഞ്ചേന്ദ്രിയങ്ങളെ കൊണ്ട് പരിശുദ്ധ ഇസ്ലാം കൽപ്പിച്ചതല്ലാത്തത് പലതും കേൾക്കേണ്ടി വന്നേക്കാം. അല്ലെങ്കിൽ ഇവൻ എന്തെങ്കിലും വിഷയങ്ങളിൽ ഇടപെട്ട് അവൻ്റെ സമയം നഷ്ടപ്പെടുത്തേക്കാം. ദീനിനിക്ക് പുരോഗതിയില്ലാത്ത എന്തെങ്കിലും വിഷയങ്ങളിൽ ഇടപെടേണ്ട ഘട്ടം വരുന്നൊരവസ്ഥ അവനക്ക് വരികയാണെങ്കിൽ ആ സമയത്ത് അവൻ്റെ ദീനുമായി ജീവിക്കാൻ വേണ്ടി അവൻ ജനസമ്പർക്കം ഒഴിവാക്കുക. അതാണ് ഫിറാറോട് ഉദ്ദേശം. ആ ജനസമ്പർക്കം ഒഴിവാക്കുക എന്ന് പറയുന്നത് അത് പരിശുദ്ധ ദീനിൽപ്പെട്ടതാണ്. ദീന് എന്ന് പറഞ്ഞാലും ഇന്ന ദീന ഇൻദല്ലാഹിൽ ഇസ്ലാം എന്നാണല്ലോ. അപ്പോൾ ദീന് എന്ന് പറഞ്ഞാൽ അള്ളാഹുവിൻ്റെ അടുക്കലുള്ള ദീൻ ഇസ്ലാം മാത്രമാണ്. ഇസ്ലാമും ഈമാനും ഒന്നാണ്. ഇമാം ബുഖാരി ആ പോക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ആ നിലക്ക് ദീനിൽപ്പെട്ടതാണ് പറഞ്ഞാൽ ഈമാനിൽപ്പെട്ടതാണ് ഫിറാറു മിനദ്ദീൻ. അപ്പോൾ ഈമാൻ്റെ ബാബിൽ എന്താ ദീൻ? ഈ കാര്യം ബാബ് ഉൾപ്പെടുത്തിയത് ചോദ്യത്തിന് മറുപടിയായി. വേറെ പലരും പല നിരക്ക് മറുപടി പറഞ്ഞിട്ടുണ്ട്. അതൊന്നും ഒരു യോജിച്ച മറുപടിയല്ല. യഥാർത്ഥ മറുപടി ഇമാം ഇബ്നു ഹജർ അൽ അസ്കലാനി തങ്ങൾ ഫത്ഹുൽ ബാരിയിൽ പറഞ്ഞത് തന്നെയാണ് മറുപടി. അതാണ് നാം പറഞ്ഞത്. وبه قال حدثنا عبد الله بن مسلمة. അബ്ദുല്ലാഹി ബിൻ മസ്ലമ എന്ന മഹാൻ നമുക്ക് ഹദീസ് പറഞ്ഞു തന്നു. ഇമാം ബുഖാരിയുടെ ഉസ്താദാണ് അബ്ദുല്ലാഹി ബിൻ മസ്ലമ റളിയല്ലാഹു അൻഹു. ബിഫത്ഹിൽ മീമി വല്ലാമി വസുകൂനി സീനി മസ്ലമ ഇബ്നി കഅനബിൻ. കഅനബ് എന്നവരുടെ മകനാണ്.
അപ്പോൾ അബ്ദുള്ള എന്നവരുടെ മകനാണ് മസ്ലമ. മസ്ലമ എന്നവരുടെ പിതാവ് കഅനബ്. ആ കഅനബ് എന്ന് പറഞ്ഞാൽ ശക്തൻ എന്നാണ് കഅനബിൻ്റെ അർത്ഥം. അതിലേക്ക് ചേർത്തും കൊണ്ടാണ് അബ്ദുല്ലാഹിബിൻ മസ്ലമ എന്നവരെ തൊട്ട് കഅനബി എന്ന് പറയൽ. അവർ പേര് അതാ സാറിനെ വിളിക്കുന്ന പേര് കഅനബി എന്നാണ് അബ്ദുല്ലാഹിബിൻ മസ്ലമയെ സംബന്ധിച്ച് പറയൽ. അവിടെ വിളിപ്പേര് കുഞ്ഞത്തല അബു അബ്ദുറഹ്മാൻ എന്നാണ്. ഹാരിസിയാണ്, ബസറക്കാരനാണ്, ബസരിയാണ് അവർ. വകാന മുജാബദ് ദഅവ, അതിനെയാണ് ഞാൻ വായിക്കുന്നത്. അവർ ദുആക്ക് ഇജാബത്ത് നൽകപ്പെടുന്നവരായിരുന്നു. റവാ അൻ മാലിക്കിൻ വല്ലൈസ് ബിൻ സഅദിൻ വമഖ്രിബത്ത് ബിൻ ബുഖൈർ വബ്ൻ അബീ ദീബിൻ. മാലിക് ഇമാം, ലൈസ് ബിൻ സഅദ് റളിയല്ലാഹു അൻഹു, മഖ്രിമത്ത് ബിൻ ബുഖൈർ റളിയല്ലാഹു അൻഹു, ഇബ്നു അബീ ദീബ്, ഇങ്ങനെയുള്ള വലിയ വലിയ മഹാന്മാരെ തൊട്ടെല്ലാം ഹദീസ് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. وسمع من أحاديث الشعبة حديثا واحدا. മഹാനായ അമീറുൽ മുഅ്മിനീൻ ഫിൽ ഹദീസ് ശുഅബ റളിയല്ലാഹു അൻഹു അവരുടെ ഹദീസുകളിൽ നിന്ന് ഒരൊറ്റ ഹദീസിനെ മഹാനായ അബ്ദുല്ലാഹിബ്ൻ മസ്ലമ കഅനബി കേട്ടിട്ടുള്ളൂ. ഇത്തഫഖ അലാ തൗസീഖിഹി വജലാലതിഹി, അവർ സിഖത്താണ് എന്നുള്ള വിഷയത്തിലും വലിയ മഹാനാനുള്ള വിഷയത്തിലും ഇത്തിഫാഖുണ്ട്. വഅന്നഹു ഹുജ്ജത്തുൻ സബത്തുൻ റജുലുൻ സ്വാലിഹുൻ, സ്വാലിഹായ റജുലാണ്, എല്ലാ വിഷയത്തിലും തെളിവാണ്, സബത്താണ്. ഹുജ്ജത്ത് എന്ന് പറഞ്ഞാൽ 2-4 ലക്ഷങ്ങളോളം ഹദീസുകൾ പല ആളുകളാണ്. വക്കീൽ അലി മാലിക്കിൻ, ബഹുമാനപ്പെട്ട മാലിക് ഇമാമിനോട് ചോദിക്കപ്പെട്ടു, പറയപ്പെട്ടു. എന്താ പറഞ്ഞത്? അബ്ദുല്ലാഹിബിൻ മസ്ലമത്തുൽ കഅനബി റളിയല്ലാഹു അൻഹു ഖദിമ, മുന്നിട്ട് വന്നിരിക്കുന്നു എന്ന് പറഞ്ഞു. അബ്ദുല്ലാഹിബിൻ മസ്ലമ വന്നിട്ടുണ്ട്. ഫഖാല, അപ്പം മാലിക് ഇമാം പറഞ്ഞു, ഖൂമു ബിനാ ഇലാ ഖൈരി അഹ്ലിൽ അർള്, ഭൂമിയിലെ അഹ്ലുകാരിൽ വെച്ച് ഏറ്റവും ഉത്തമരായവരിലേക്ക് നമ്മളെയും കൊണ്ട് നിങ്ങൾ എഴുന്നേൽക്കുക. അദ്ദേഹത്തെ സ്വീകരിക്കേണ്ടവരാണ് ഖൈറു അഹ്ലിൽ അർളാൻ. വകാന മുജാബദ് ദഅവ, അവർ ദുആക്ക് ഇജാബത്തുള്ളവരുമായിരുന്നു. അവരുടെ മഹത്വമാണ് ബഹുമാനപ്പെട്ട ഇമാം ബുഖാരി, മുസ്ലിം, അതുപോലെയുള്ള ശിഹാബ് സിത്തൻ്റെ അധിക പണ്ഡിതന്മാരും അവരെ തൊട്ട് ഹദീസ് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അവരുടെ ശിഷ്യന്മാരാണ് എന്നുള്ളത്. തുർമുദി, നസായി ഇവരെല്ലാം റിപ്പോർട്ട് ചെയ്തത് അവരുടെയും കഅനബിൻ്റെയും ഇടയിൽ മറ്റൊരാൾ വാസിത്തായിട്ടുണ്ട്. ഇവരുടെ വഫാത്ത് 221 മക്കയിൽ വെച്ചാണ് വഫാത്തായത്. അവർ യഥാർത്ഥത്തിൽ ബസറക്കാരനാണ്. ബസറയിൽ നിന്ന് മദീനയിലേക്ക് മാലിക് ഇമാമിൻ്റെ അടുക്കലേക്ക് ഹദീസ് പഠിക്കാൻ പോയി. അവിടെ വെച്ചിട്ട് ബസറയിലേക്ക് തന്നെ തിരിച്ചു പോന്നു. അതിനുശേഷം മക്കയിൽ പോയപ്പോൾ അവിടെ വെച്ചിട്ടാണ് 221 വഫാത്ത്. ബഹുമാനപ്പെട്ട കഅനബി ഇമാമിൻ്റെ വിഷയത്തിൽ വലിയ ചരിത്രങ്ങളുള്ള മഹാനാണ്. അവർ ചെറുപ്പത്തിൽ ദീനുമായി ഒരു ബന്ധവുമില്ലാത്തവരായിരുന്നു. അവർക്ക് പരിശുദ്ധ ഇസ്ലാമിനെ പറ്റി ഒന്നും അറിയില്ല. അങ്ങനെയുള്ള ഒരു വിഭാഗത്തിൻ്റെ കൂട്ടുകെട്ടിലായിരുന്നു അവരുണ്ടായിരുന്നത്. അവർക്ക് ആകെ ഉണ്ടായിരുന്ന പണി പറഞ്ഞാൽ കള്ള് കുടിച്ച് മസ്തായി പൂസായി റോട്ടിലൊക്കെ നടക്കുക. അങ്ങനെയുള്ളൊരു കാലമുണ്ടായിരുന്നു മഹാനവറുകൾക്ക്. അങ്ങനെയാണ് ഒരു ദിവസം വഴിയിൽ വന്ന് കള്ള് കുടിച്ച് മസ്തായിരിക്കുന്ന സമയത്ത് വഴിയിൽ കൂടെ വലിയൊരു സംഘം ആളുകൾ, അവരെല്ലാവരും ഒരു പ്രത്യേകമായ ഒരു മനുഷ്യനെ വല്ലാതെ ആദരിക്കുന്നു, ബഹുമാനിക്കുന്നു. അദ്ദേഹത്തെ കേട്ടറിഞ്ഞോലും എല്ലാം ഓടി ഓടി വരുന്നു. അങ്ങനെ ഒരു മനുഷ്യൻ്റെ ചുറ്റുഭാഗം ആളുകൾ തിങ്ങിക്കൂടുന്നത് കണ്ടു. അങ്ങനെ തിങ്ങിക്കൂടി നല്ല തിരക്കുണ്ട്, അങ്ങോട്ട് അടുക്കാൻ വരെ കഴിയുന്നില്ല. ആ സമയത്താണ് നമ്മുടെ അബ്ദുല്ലാഹിബ്ൻ മസ്ലമ ബഹുമാനപ്പെട്ട കഅനബി റളിയല്ലാഹു അൻഹു അത്യാവശ്യം മസ്തായ ഘട്ടത്തിലാണ്. അവർ ഓടി എല്ലാവരെയും മാറ്റി നിർത്തി നേരെ ആ മനുഷ്യൻ്റെ അടുക്കലേക്ക് വന്നു. അവരൊരു കുതിര, ഒരു കൈതപ്പുറത്താണുള്ളത്.
അങ്ങനെ കൈതൻ്റെ കയർ അവർ കയ്യിൽ പിടിച്ചു. എന്നിട്ട് ചോദിച്ചു, നിങ്ങൾ ആരാണ്? നേരിട്ട് ചോദിക്കുകയാണ്. അപ്പം ആ ആളെ അറിയാത്തവർ ബസറയിലില്ല. ദീനുമായി ഒരു ബന്ധമില്ലാത്തതിൻ്റെ പേരിലാണ് അബ്ദുല്ലാഹിബ്നു മസ്ലമ കഅബ് നബി റളിയല്ലാഹു അൻഹുവിനിക്ക് അവരെ പറ്റി അറിയാത്തത്. നിങ്ങൾ ആരാണ്? അവർ പറഞ്ഞു, അവരെന്നെയാണ് പറഞ്ഞത്, അതെല്ലാം അടുത്തുള്ള ആളാണെന്നും പറയുന്നുണ്ട്. ഏതായാലും ഞാൻ ശുഅബയാണ്, അമീറുൽ മുഅ്മിനീന ഫിൽ ഹദീസ് എന്ന പേര് ബസ്രയിൽ അറിയപ്പെടുന്ന ബസ്രക്കാരുടെ ഹാഫിള്. ഒരു ചരിത്രം ശുഅബ റളിയല്ലാഹു ചരിത്രം മുമ്പ് പറഞ്ഞു പോയിട്ടുണ്ട്. ആ ശുഅബയാണിത് എന്ന് പറഞ്ഞു. അപ്പം ഇവർ ചോദിച്ചു, എന്ത് ശുഅബ? എന്താ ഇയാൾക്ക് പണി? ഇയാൾ കച്ചവടക്കാരനാണോ? എന്ത് വെക്കുന്ന ആളാണ്? ആ പറഞ്ഞു, ഇയാൾ മുഹദ്ദിസാണ്. അപ്പം ചോദിച്ചു, എന്ത് മുഹദ്ദിസ്? അപ്പോൾ അവിടുന്ന് പറഞ്ഞു കൊടുത്തു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഹദീസ് റിപ്പോർട്ട് ചെയ്യുന്ന ആളാണ്. അങ്ങനെ ഒരാൾക്കാർ ഇവിടെ ഉണ്ടോ? അങ്ങനെ ഒരു പണിയുണ്ടോ? അപ്പോൾ ചോദിച്ചപ്പോൾ ആളുകളെല്ലാവരും അന്തം വിട്ട് നിൽക്കുകയാണ്. ഇത്രത്തോളം പരിശുദ്ധ ദീനുമായി ബന്ധമില്ലാത്ത ആളുകൾ ഈ നാട്ടിൽ ഉണ്ടോ എന്നതിൽ ജനങ്ങൾക്കെല്ലാവർക്കും അന്താളിപ്പാണ്. ആ സമയത്താണ് ബഹുമാനപ്പെട്ട ശുഅബ റളിയല്ലാഹു അൻഹു ഇമാം കഅനബിയിലേക്ക് ഒരു നോട്ടം. എന്നിട്ട് നോക്കിയപ്പോൾ റസൂലുള്ളാഹിനെ തൊട്ട് ഹദീസ് പറയുന്ന ആളാണ് എന്ന് പറഞ്ഞപ്പം പറഞ്ഞു, എന്നാ എനിക്കൊരു ഹദീസ് പറഞ്ഞുകൊണ്ട് റസൂലുള്ളാഹിൻ്റെ എനിക്ക് ഹദീസ് പറഞ്ഞു തരാൻ പറഞ്ഞപ്പോൾ ബഹുമാനപ്പെട്ട ശുഅബ റളിയല്ലാഹു അൻഹു അവരിലേക്ക് തിരിഞ്ഞു നിന്നു. എന്നിട്ട് പറഞ്ഞു, ഹദ്ദസനാ മൻസൂറുൻ അൻ ദിബിഇയ്യിൻ അൻ അബി മസ്ഊദിനിൽ ബദ്രി റളിയല്ലാഹു അൻഹു അൻഹും അന്ന റസൂലല്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഖാൽ ഇന്ന മിമ്മാ അദ്റക അന്നാസു മിൻ കലാമിൻ നുബുവ്വത്തിൽ ഊലാ ഇദാ ലം തസ്തൈ ഫസ്ന മാ ശിഅ്ത എന്ന ഹദീസാണ് പറയുന്നത്. ഇത് ബുഖാരി ഇമാം തന്നെ 2-3 സ്ഥലത്ത് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ശുഅബ റളിയല്ലാഹു അൻഹു തൊട്ടും ശുഅബ റളിയല്ലാഹു തൊട്ടും റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഞങ്ങളുടെ ഹദീസാണിത്, മശൂറായ ഹദീസാണ്. എന്താ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞിട്ടുണ്ട്, ജനങ്ങൾ കഴിഞ്ഞു പോയ അമ്പിയാക്കളുടെ കലാമിൽ നിന്നായി നുബുവത്തിൻ്റെ കലാമെന്നായി ജനങ്ങൾക്ക് എത്തിച്ചതായ ഒരു കാര്യമാണ്. പൊതുവെ എല്ലാവരും അറിയുന്നൊരു കാര്യമാണ്. എന്ത്? ഇദാ ലം തസ്തഹി ഫസ്നഇ മാ ശിഅ്ത. നിനക്ക് ലജ്ജ ഇല്ലെങ്കിൽ നീ വിചാരിച്ചത് ചെയ്തോ. ദാ ഹദീസ്. അതാണ് ഇവിടെ നാം വായിച്ചത്. ഇമാം ശുഅബ റളിയല്ലാഹു അൻഹു സമിയ മിൻ ഹദീസ് ശുഅബ ഹദീസൻ വാഹിദ. അബ്ദുല്ലാഹിബ്നു മസ്ലമ എന്ന ബഹുമാനപ്പെട്ട കഅനബി ഇമാം ശുഅബ റളിയല്ലാഹു അൻഹുവിന്റെ അടുക്കൽ നിന്ന് ഒരൊറ്റ ഹദീസ് മാത്രമാണ് പഠിച്ചത്. ഈ ഹദീസ് കേട്ടതോടുകൂടെ ബഹുമാനപ്പെട്ട കഅനബി റളിയല്ലാഹു അൻഹു അവരുടെ മനസ്സ് മാറി. ഇദാ ലം തസ്തഹി ഫസ്ന മാ ശിഅ്ത. ഇത് കേട്ടതോടുകൂടെ അവരുടെ മനസ്സ് മാറി. അവർ നേരെ ഉമ്മാന്റെ അടുക്കലേക്ക് ചെന്നു. ഉമ്മാനോട് പറഞ്ഞു, എൻ്റെ സുഹൃത്തുക്കൾ, എൻ്റെ കൂട്ടുകാർ ഇവിടെ വരും. ഇവരോട് പറയണം, അബ്ദുള്ള കള്ളുകുടി നിർത്തിയിരിക്കുന്നു, എല്ലാ വേണ്ടാത്തതിൽ നിന്നും പിന്തിരിഞ്ഞ് തൗബ ചെയ്തിരിക്കുന്നു, അതുകൊണ്ട് നിങ്ങളുമായി ബന്ധമില്ല, പുറത്തു പോയിക്കോളി എന്ന് പറയണം. അങ്ങനെ ആളുകളെല്ലാവരും കൂട്ടുകാരെല്ലാം വന്നു. ഉമ്മ മറുപടി പറഞ്ഞു. അത് ജനങ്ങൾ അറിഞ്ഞ വിഷയം, പെട്ടെന്ന് ലോകത്ത് അവിടെ ബസറയിൽ അറിയപ്പെട്ട വിഷയമായി. കഅൻ അബ്ദുല്ലാഹിബ്നു മസ്ലമത്തുൽ കഅനബി റളിയല്ലാഹു അൻഹു തൗബ ചെയ്തിരിക്കുന്നു എന്നുള്ള വിഷയം ശുഅബ റളിയല്ലാഹു അൻഹുവിന്റെ ഹദീസ് കേട്ടതിൻ്റെ പേരിൽ. അതോടുകൂടെ ബഹുമാനപ്പെട്ട കഅനബി റളിയല്ലാഹു അൻഹുവിൻ്റെ സ്വഭാവം മാറി. അല്ലാഹു പരിശുദ്ധ ഖുർആൻ പറഞ്ഞല്ലോ, അല്ലാഹു യസ്തബി ഇലൈഹി മൻ യശാ വയഹ്ദി ഇലൈഹി മൻ യുനീബ്. രണ്ട് നിലക്കാണുള്ള ജനങ്ങളെ അല്ലാഹു തആല ഹിദായത്താക്കിലേക്ക്, ഒന്ന് പെട്ടെന്ന് ഉയർന്ന മർത്തബയിലേക്ക് എത്തുക, വേറെ കൂട്ടര് സാവകാശം തെർബിയത്താക്കി അങ്ങനെ ഉയർച്ചകളിലേക്ക് പടിപടികളായി ഉയർത്തും. ബഹുമാനപ്പെട്ട ഉമർ ഖത്താബ് റളിയല്ലാഹു അൻഹു
ഫുളൈൽ ഇബ്നു ഇയാദ് റളിയല്ലാഹു അൻഹു, ഇക്രിമത്ത് ഇബ്നു അബീ ജഹൽ റളിയല്ലാഹു അൻഹു, ഇങ്ങനെയുള്ള കുറേ ആളുകൾ, ധാരാളം ആളുകൾ പെട്ടെന്ന് ഒരൊറ്റയടിക്ക് തന്നെ ഉയർന്ന മർത്തബയിലേക്ക് ഉയർത്തിയതുണ്ട്. ഇവിടെ ഞാൻ വായിച്ച വസ്ഫുകളെല്ലാം കേട്ടല്ലോ. മുജാബുദ് ദഅവത്താണ്, റജുലുൻ സ്വാലിഹാണ്, അല്ലേ, വളരെ അറിയപ്പെട്ട ഹുജ്ജത്താണ്, സബത്താണ്. മാലിക് ഇമാം പറഞ്ഞ വർത്താനം എന്താ? അതാണ് ഏറ്റവും വലിയ പവർ. ഖൂമൂ ബിനാ ഇലാ ഖൈരി അഹ്ലിൽ അർള്, അഹ്ലുൽ അർളിൽ വെച്ച് ഏറ്റവും ഉത്തമർ. പെട്ടെന്ന് ആ സ്ഥാനമാനത്തേക്ക് കയറി. മഹാനുകൾ ആലോചിച്ചു, ആരെടുത്ത് പോയിട്ടാണ് ഹദീസ് പഠിക്കേണ്ടത്, ദീൻ പഠിക്കേണ്ടത് ആരെടുത്തു നിന്നാണ്? ബസറക്കാരനാ. ആളുകൾ പറഞ്ഞു കൊടുത്തു, ദീൻ പഠിക്കാൻ നല്ലത് മദീനയിൽ പോയാൽ അവിടെ മാലിക് ഇമാമുണ്ട്, മാലിക് ഇമാമിൻ്റെ അടുത്ത് പഠിക്കാം. ഇപ്പം നമ്മൾ ഓതിയ ഹദീസിൽ തന്നെ അബ്ദുല്ലാഹി ഇബ്നു മസ്ലമ റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്യാൻ മാലിക് ഇമാമിൻ്റെ മുഅത്ത റിപ്പോർട്ട് ചെയ്യുന്ന യഹ്യനെ മുമ്പ് നമ്മൾ പറഞ്ഞിരുന്നു. അതുപോലെ തന്നെ മുഅത്തൻ്റെ റാവികളിൽ വെച്ച് ഏറ്റവും പ്രമുഖരാണ് അബ്ദുല്ലാഹി ഇബ്നു മസ്ലമ. മദീനയിൽ ചെന്നു, മാലിക് ഇമാമിൻ്റെ ഹദീസ് ഓതി. മുഅത്ത പകുതി മാലിക് ഇമാം അങ്ങോട്ട് വായിച്ചു കൊടുത്തു, പകുതി ഖഅനബി ഇമാം മാലിക് ഇമാമിന് അങ്ങോട്ടും ഓദിച്ചു കൊടുത്തു. അങ്ങനെ മാലിക് ഇമാമിനെ തൊട്ടുനെറ്റിൽ നിന്ന് ഹദീസുകൾ പഠിച്ചു, ഫിഖ്ഹ് പഠിച്ചു, ദീൻ പഠിച്ചു, വലിയ ഉയർന്ന സ്ഥാനത്തേക്ക് എത്തി. അവിടെ വെച്ചിട്ട് മാലിക് ഇമാമിൻ്റെ മുഅത്ത പഠിച്ചതിൻ്റെ ശേഷം അവർ പറഞ്ഞ നാട്ടിലേക്ക് പോവുകയാണ്. എനിക്ക് ബഹുമാനപ്പെട്ട ശുഅബ റളിയല്ലാഹു അൻഹു ആണ് ഞാൻ നന്നാവാൻ കാരണം, അവരെടുത്ത് പോയി ഹദീസ് പഠിക്കണമെന്ന് പറയുകയും, അങ്ങനെ ബസറയിലേക്ക് എത്തിയപ്പോൾ ബഹുമാനപ്പെട്ട ഇമാം ശുഅബ റളിയല്ലാഹു അൻഹു വഫാത്തായിരുന്നു. അങ്ങനെയാണ് മക്കയിലേക്ക് വരുന്നതും മക്കയിൽ വെച്ച് വഫാത്താകുന്നതും ബഹുമാനപ്പെട്ട ഖഅനബി. അല്ലാഹു തആല അവരുടെ ബർക്കത്ത് നമുക്ക് ചൊരിഞ്ഞു തരുമാറാവട്ടെ. അബ്ദുല്ലാഹി ഇബ്നു മസ്ലമ എന്നവർ അൻ മാലിക്കിൻ, ബഹുമാനപ്പെട്ട ഇമാം മാലിക് റളിയല്ലാഹു അൻഹുവിനെ തൊട്ട്, മാലിക് ഇമാമിനെ പറ്റി ചെറിയ ചരിത്രം മുമ്പ് നാം പറഞ്ഞു പോയിട്ടുണ്ട്. മാലിക് ഇമാം അൻ അബ്ദുറഹ്മാൻ ഇബ്നു അബ്ദുല്ലാഹി ഇബ്നു അബ്ദുറഹ്മാൻ ഇബ്നു അബീ സുഅസഅത റളിയല്ലാഹു അൻഹു, അബ്ദുറഹ്മാൻ ഇബ്നു അബ്ദുല്ലാ എന്ന് പറയുന്നവർ, അവരുടെ പേര് ഇസ്മുഹു അംർ, അബൂ സുഅസ എന്ന പേരാണ്. അംർ എന്നാണ് പേര്. വല്ലിപ്പാൻ്റെ പേര് അബൂ സുഅസ, അവരുടെ പേര് അംർ എന്നാണ്. അൽ മാസനിയോ അൽ മദനിയോ. അവരുടെ ഹദീസ്, അവർ വഫാത്താകുന്നത് 137 ഇമാം ബുഖാരി, ഇമാം നസായി, ഇബ്നു മാജ ഇങ്ങനെയുള്ളവരെല്ലാം അവരുടെ ഹദീസിനെ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഇമാം മാലിക് ധാരാളം ഹദീസ് തൊട്ട് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. സിഖത്താണ്, യാതൊരു അഭിപ്രായ വ്യത്യാസവുമില്ലാത്ത ആളാണ്. നാലാമതായിട്ട് അവരുടെ പിതാവ് അബ്ദുറഹ്മാൻ ഇബ്നു അബ്ദുല്ല എന്നവർ ഹദീസ് റിപ്പോർട്ട് ചെയ്യുന്നു. അൻ നബീഹി, അവരുടെ പിതാവായ അബ്ദുല്ലാഹി ഇബ്നു അബ്ദുറഹ്മാനെ തൊട്ട്. അവരും അൻസാരി കബീലയിൽപ്പെട്ടവരാണ്. ഇമാം നസായി, ഇബ്നു മാജ, ഇമാം ബുഖാരി, അബൂ ദാവൂദ് ഇവരെല്ലാവരും തൊട്ട് ഹദീസ് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. എല്ലാവരും അവരെ സംബന്ധിച്ച് വലിയ മതിപ്പുള്ളവരാണ്. ഇവരുടെ പിതാവ് വല്ലിപ്പ ഉഹുദിൽ പങ്കെടുത്തവരാണ്. യമാമയിൽ വെച്ച് ഷഹീദായവരാണ്. ഖാലിദ് ഇബ്നു വലീദ് റളിയല്ലാഹു അൻഹുവിനെ തൊട്ട്. അവരുടെ വാപ്പാൻ്റെ വാപ്പ അബൂ അംർ എന്നവർ, അവർ ജാഹിലിയ കാലത്ത് ഔസ് ഖസ്റജ് തമ്മിലുള്ള യുദ്ധത്തിൽ കൊല്ലപ്പെട്ടവരാണ്. അവർ ഹദീസ് റിപ്പോർട്ട് ചെയ്യുന്നത് അബ്ദുല്ലാഹി ഇബ്നു അബ്ദുറഹ്മാൻ എന്നൊരു ഹദീസ് റിപ്പോർട്ട് ചെയ്യുന്നത് അൻ അബീ സഈദ് അൽ ഖുദരി റളിയല്ലാഹു അൻഹു, അബൂ സഈദ് അൽ ഖുദരി റളിയല്ലാഹു അൻഹുവിനെ തൊട്ടാണ്. അബൂ സഈദ് അൽ ഖുദരിയുടെ പേര് സഅദ് ബിൻ മാലിക് ബിൻ സിനാൻ, സഅദ് ബിൻ മാലിക് ബിൻ സിനാൻ ബിൻ ഉബൈദ്. സഅദ് എന്നാണ് അവരുടെ പേര്, വിളിക്കുന്ന പേരാണ് അബൂ സഈദ്, കുഞ്ഞത്തരമാണ്. അവരുടെ പിതാവായ മാലിക് എന്നവർ ഉഹദ് യുദ്ധത്തിൽ ഷഹീദായ 70 ശുഹദാക്കളിൽപ്പെട്ട മഹാനാണ് റളിയല്ലാഹു അൻഹു. അബൂ സഈദ് അൽ ഖുദരി റളിയല്ലാഹു അൻഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഹിജ്റ വരുമ്പോൾ അവർക്ക് 10 വയസ്സാണുള്ളത്. ഹിജ്റ വരുമ്പോൾ വെറും 10 വയസ്സ് മാത്രമുള്ളവരാണ്.
നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ തൊട്ട് ധാരാളം ഹദീസുകൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. സ്വഹാബത്തിൻ്റെ കൂട്ടത്തിൽ കൂടുതൽ ഹദീസ് റിപ്പോർട്ട് ചെയ്യുന്ന ആളുകളിൽപ്പെട്ടവരാണ്. വകാന മിനൽ മുക്സിരീൻ, ധാരാളം ഹദീസുകൾ റിപ്പോർട്ട് ചെയ്യുന്നവരാണ്. അവരെ തൊട്ട് 1170 ഹദീസ് റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട്. അതിൽ നിന്ന് 46 ഹദീസ് മുത്തഫഖ് അലൈഹി ആയതുകൊണ്ട് ഇമാം ബുഖാരി മാത്രം റിപ്പോർട്ട് ചെയ്തത് 16 എണ്ണം, ഇമാം മുസ്ലിം മാത്രം റിപ്പോർട്ട് ചെയ്തത് 52 ഹദീസ്. അവർ തന്നെ ചെറിയ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വഫാത്താകുമ്പോൾ അവർക്ക് 23 വയസ്സാണുള്ളത്. നബി സല്ലല്ലാഹു അലൈഹി, അതുകൊണ്ട് തന്നെ നബി തങ്ങളുടെ വക്കൽ നിന്ന് ഹദീസ് റിപ്പോർട്ട് ചെയ്തതുപോലെ തന്നെ നബി തങ്ങളുടെ ഹദീസുകൾ മറ്റ് വലിയ വലിയ സ്വഹാബുകളെ തൊട്ടിലക്കലായിട്ടും റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. റവാ അൻ ജമാഅത്തിൻ മിന സ്വഹാബ മിൻഹുമുൽ ഖുലഫാഉൽ അർബഅ, അതിൽപ്പെട്ടതാണ് ഖുലഫാഉൽ അർബഅ തൊട്ട് ഇവർ ഹദീസ് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അവരെ തൊട്ടാണെങ്കിലോ ധാരാളം ആളുകൾ ഹദീസ് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അവരെ തൊട്ട് റിപ്പോർട്ട് ചെയ്ത ഹദീസുകൾ പേജ് റാവികൾ അവർ ശിഷ്യന്മാരായിട്ടുള്ളത് മഹാന്മാർ എഴുതി കാണുന്നത് പേജുകളാണ്. ബഹുമാനപ്പെട്ട അബ്ദുല്ലാഹി ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു, ബഹുമാനപ്പെട്ട ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുവിനെ പോലെയുള്ള വലിയ വലിയ ആളുകളും സഹാബികളും അതുപോലെ തന്നെ ധാരാളം താബീങ്ങളും റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് ഹദീസ്. മഹാനായ അബൂ സഈദ് അൽ ഖുദ്രി റളിയല്ലാഹു അൻഹു അവർ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ വലിയ മുഹിബ്ബാണ്. അൻസാർ സഹാബികൾ മുഴുവനും മുഹിബ്ബാണ്. എന്നാൽ അബൂ സഈദ് അൽ ഖുദ്രി റളിയല്ലാഹു അൻഹു ചെറുപ്പക്കാരനായിരിക്കലോട് കൂടെ തന്നെ നബി തങ്ങളുമായി വലിയ ബന്ധമായിരുന്നു. ഉഹുദ് യുദ്ധത്തിന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പുറപ്പെടുന്നു എന്ന് കേട്ടപ്പോൾ അദ്ദേഹത്തിൻ്റെ പിതാവായ മാലിക്കോട് കൂടെ അബൂ സഈദ് അൽ ഖുദ്രി റളിയല്ലാഹു അൻഹു വാളും പരിചയമെല്ലാം ധരിച്ച് അങ്കി ധരിച്ച് യുദ്ധത്തിന് വേണ്ടി ഒരുങ്ങി പുറപ്പെട്ടു. അന്ന് 13 വയസ്സാണുള്ളത്. 13ാമത്തെ വയസ്സിലാണ്, പ്രായപൂർത്തിയായിട്ടില്ല. ഈ ചെറിയ കുട്ടി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സംരക്ഷണം ഞാൻ ഏറ്റെടുക്കുമെന്ന് പറഞ്ഞ് യുദ്ധത്തിന് വേണ്ടി പുറപ്പെട്ടു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ യുദ്ധത്തിന് പട്ടാളക്കാരെല്ലാം നിർദ്ദേശം നൽകുന്ന മദീനയുള്ള പ്രത്യേകമായ ഗ്രൗണ്ടൊന്നുമുണ്ട്. അവിടെ വെച്ച് പട്ടാളക്കാരെ ഓരോരുത്തരെ പരിശോധിച്ചപ്പോൾ അബൂ സഈദ് അൽ ഖുദ്രി റളിയല്ലാഹു അൻഹു, സഈദ് എന്ന അൻസാരി, അവർക്ക് പ്രായമായിട്ടില്ല, യുദ്ധം ചെയ്യാനുള്ള പ്രായമായിട്ടില്ല എന്ന് മനസ്സിലാക്കി, ചെറിയ കുട്ടിയാണെന്ന് മനസ്സിലാക്കി അവരെ തിരിച്ചയച്ചു. അവർക്കത് വലിയ സങ്കടമായിരുന്നു. പിന്നീട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ചെയ്ത എല്ലാ യുദ്ധത്തിലും, ഖന്ദഖ്, ഖൈബർ അടക്കമുള്ള 12 യുദ്ധങ്ങളിൽ മഹാനവറുകൾ നബി തങ്ങളോട് കൂടെ പങ്കെടുത്തിട്ടുണ്ട്. അവർ വഫാത്തായത് മദീനയിൽ തന്നെയാണ്. ഹിജ്റ 64. അപ്പോൾ അദ്ദേഹത്തിന് അവരുടെ വയസ്സ് 74 വയസ്സായിരിക്കും. അതുകൊണ്ട് തന്നെ ചില ആളുകൾ 74 എന്ന് പറയലുണ്ട്. 74 എന്നുള്ളതല്ല ശരി, 64 74 വയസ്സാണ് അവർക്കുള്ളത്. അവരുടെ ധൈര്യം, ഉഹുദ് യുദ്ധത്തിലേക്ക് കുട്ടിയായ സമയത്ത് പുറപ്പെട്ട് അതൊരു ധൈര്യം തന്നെയാണല്ലോ. അതുപോലുള്ള ആ ധൈര്യം മരണം വരെ കാത്തു സൂക്ഷിച്ചവരാണ്. കിതാബ് അവരുടെ ഹദീസുകളിൽ തന്നെ അവരുടെ ധീരതയുമായി ബന്ധപ്പെട്ട ഹദീസുകളായിരിക്കും അധികവും. അല്ലെങ്കിൽ അവരുടെ ഈ തഖ്വയുമായി ബന്ധപ്പെട്ട ധാരാളം ഹദീസുകളാണ് അബൂ സഈദ് അൽ ഖുദ്രി റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്യുക. സലാത്തുൽ ഈദയിൽ ഹദീസ് വരാൻ പോകുന്നുണ്ട്. മർവാന്റെ കാലമായപ്പോൾ മദീനയിൽ മർവാൻ ഗവർണറായപ്പോൾ മർവാൻ പെരുന്നാൾ നിസ്കാരത്തിന് വേണ്ടി അബൂ സഈദ് അൽ ഖുദ്രി റളിയല്ലാഹു അൻഹുവിന്റെ കൈ പിടിച്ച്, മർവാൻ എന്ന് പറഞ്ഞ വലിയ രാജാവാണ്, സ്വാധീനമുള്ള ആരാണ്, ഭരണാധികാരിയാണ്, പണക്കാരനാണ്, പട്ടാളം ധാരാളമുള്ളവരാണ്, എല്ലാം ഒന്നും ചെയ്യാൻ മടിക്കാത്തവരുമാണല്ലോ. ആ മർവാൻ അബൂ സഈദ് അൽ ഖുദ്രി റളിയല്ലാഹു അൻഹുവിന്റെ കൈ പിടിച്ചുകൊണ്ട് മുസല്ലയിൽ ചെന്നു, നിസ്കരിക്കാൻ നിൽക്കുന്ന സ്ഥലത്തേക്ക് ചെന്നു. അങ്ങനെ നേരെ മിമ്പർമേൽ കയറിയപ്പോൾ
അബൂ സഈദ് ഖുദരി കൈ പിടിച്ച് വലിച്ചു. ഇത് നബിൻ്റെ കാലത്തുള്ള കാര്യമല്ല, ഖുലഫാഉൽ അർബഈൻ്റെ കാലത്തുള്ള കാര്യമല്ല. ഖുത്ബൻ്റെ ജുമുഅൻ്റെ നിസ്കാരത്തിൻ്റെ മുമ്പ് ഒരു പ്രസംഗം പാടില്ല, പെരുന്നാക്കാണെങ്കിലും പാടില്ല. പെരുന്നാക്കാണെങ്കിലും നിസ്കാരത്തിൻ്റെ മുമ്പ് ഒരു പ്രസംഗം വേണ്ട എന്ന് പറഞ്ഞ് കൈ പിടിച്ച് വലിച്ച ചരിത്രം ഇൻഷാ അല്ലാഹ് വിശദമായിട്ട് വരാൻ പോകുന്നുണ്ട്. അവരുടെ ബർക്കത്ത് അല്ലാഹു നമുക്ക് ചൊരിച്ചു തരുമാറാവട്ടെ. അവരാണ് ഹദീസ് റിപ്പോർട്ട് ചെയ്യുന്നത്. അന്നഹു ഖാൽ, അബൂ സഈദ് അൽ ഖുദരി റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, യൂസിക്കു അൻ യകൂന ഖൈറ മാലിൽ മുസ്ലിമി, യൂസിക്കു അടുത്താകും, അൻ യകൂന ആവൽ, എന്താവൽ, യകൂനിൻ്റെ ഖബർ മുഖദ്ദമാക്ക ഖൈറ മാൽ, പല റിവായത്തുണ്ട്. അൻ യകൂന ഖൈറ മാലിൽ മുസ്ലിമി, മുസ്ലിമിൻ്റെ മുതലിൽ വെച്ച് ഏറ്റവും ഉത്തമമായത് ആവുക, എന്താകുക, വനമുൻ, ആടാകുക. അപ്പം അൻ യകൂന വനമുൻ, ആടാവൽ അടുത്താകും, എന്താകും, ഖൈറ മാലിൽ മുസ്ലിമി, മുസ്ലിമിൻ്റെ മുതലിൽ വെച്ച് ഏറ്റവും ഉത്തമമായതാവാൻ അടുത്താകും. കാരണം വസ്ഫിനാണല്ലോ ഖബറാക്കേണ്ടത്. വനം എന്നുള്ളത് ജിൻസിൻ്റെ ഇസ്മാണ്, മുദക്കറിനും പറയും മുഅന്നസിനും പറയും, അങ്ങനെയുള്ളൊരു ഇസ്മാണത് വനം. അതുകൊണ്ട് തന്നെ അതിൻ്റെ വനമിനെ തസ്ഗീറാക്കുമ്പോൾ ഉനൈമത്ത് എന്ന് താ കൊടുത്തിട്ടേ പറയുള്ളൂ. ഉനൈമ് എന്ന് പറയുന്നത് തസ്ഗീറാക്കും, ചെറിയാട്, കുഞ്ഞാട് എന്ന് പറയാൻ ഉനൈമത്ത് താ കൊടുക്കണം. കാരണം ആ ജിൻസിൻ്റെ ഇസ്മ അത് മുഅന്നസായി വരികയാണെങ്കിൽ, അത് ബുദ്ധിയുള്ള മനുഷ്യൻ്റെതും അല്ലെങ്കിൽ അതിനൊക്കെ എന്ത് ചെയ്യണം, തസ്ഗീറാക്കുമ്പോൾ താര കൊടുക്കണം നിയമമുണ്ട്. ആ നിയമപ്രകാരമാണ് ഉനൈമത്ത് എന്ന് പറയല്. യത്ബഉ ബിഹാ, എങ്ങനെയുള്ള ആടാണ്. അപ്പോൾ യകൂനൻ്റെ ഇസ്മാണ് വനമ്, അത് സിഫത്താണ്. യത്ബഉ ബിഹാ, ആ ആടിനോട്, യത്ബഉ എന്നും നുസ്ഖുണ്ട്, യത്തബിഉ എന്നും റിവായത്ത്, നുസ്ഖല്ല റിവായത്ത്, യത്തബിഉ എന്ന്, യത്തബിഉ എന്നും റിവായത്തുണ്ട്, യത്ബഉ എന്നും റിവായത്തുണ്ട്. എങ്ങനെയുള്ള ആടാണ്, യത്ബഉ, ആ മുസ്ലിം പിന്തുടരും, ബിഹാ, ആ ആട് കാരണം, ബാസാബി ശഅഫൽ ജിബാലി, പർവ്വതങ്ങളുടെ കുന്നുകളിൽ പിൻപറ്റും, വമവാഖിയൽ ഖത്രി, മഴ വർഷിക്കുന്ന സ്ഥലങ്ങളിലും, മഴ വർഷിച്ച് വെള്ളം ഒരുമിച്ച് കൂടുന്ന വാദികൾ, ആ ബാദിയത്തിൻ്റെ സൈഡുകളിലും, മലഞ്ചെരുവിലും അവർ ആട് കാരണമായിട്ട് പിന്തുടരും. യഫിറു ബിദീനിഹി, ആ മുസ്ലിം തന്നെ ദീനും കൊണ്ട് ഓടുന്നവരായ സ്ഥിതിയിൽ, മിനൽ ഫിത്തനി, ഫിത്തനകളെ തൊട്ട്. യൂസിക്കു അൻ യകൂന ഖൈറ മാലിൽ മുസ്ലിമി ഗനമുൻ യത്ബഉ ബിഹാ ശഅഫൽ ജിബാലി വമവാഖിയൽ ഖത്രി. ഗനം, അൽ ഗനമു ഇസ്മുൻ മുഅന്നസുൻ മൗളൂഉൻ ലിൽ ജിൻസി, അതിനെയാണ് വായിക്കുന്നത്. യഖഉ അല ദുക്കൂരി വല്ലിനാസി ജമീഅ, മുദക്കറിനും മുഅന്നസിനും ഒന്നായിട്ട് വനമ്, ആണാടും പെണ്ണാടും കൂടിക്കലർന്നാലും വനമ് എന്ന് പറയും. വഅല ദുക്കൂരി വഹിദഹും, വെറും കൊറ്റനാടുകൾ മാത്രമാണെങ്കിലും വനമ് എന്ന് പ്രയോഗിക്കും. വഅലല്ലിനാസി വഹിദഹ, പെണ്ണാടുകൾ മാത്രമാണെങ്കിലും വനമ് എന്ന പദപ്രയോഗം നടത്തും. ഫൈദാ സഗർതഹ അൽഹഖ്തഹ അൽഹാ, ആ ലഫ്ളിൽ മുഅന്നസ് ലഫ്ള് ആയതുകൊണ്ട് തസ്ഗീറാക്കുമ്പോൾ അതിൽ ഹായിനെ കൊടുക്കണം. ഫഖുൽത ഉനൈമത്തുൻ ലഅന്ന അസ്മാ അൽ ജുമൂഇ അല്ലതി ലാ വാഹിദ ലഹാ മിൻ ലഫ്ളിഹാ, ഇതാണ് നേരത്തെ പറഞ്ഞ കായിദ. ഇദാ കാനത്ത് ലിഗൈരിൽ ആദമിയ്യീന ഫത്തനീസു ലാസിമുൻ ലഹാ. അസ്മാഉൽ ജുമു, ഇസ്മു ജമ്മുകൾ, വാഹിദില്ലാത്ത ലഫ്ളുകൾ, കൗമ് പോലെയുള്ള ലഫ്ളുകൾ, അങ്ങനെ വാഹിദില്ലാത്ത ലഫ്ളുകൾ അതിനേക്ക് അത് ആ മനുഷ്യർക്ക് ഉപയോഗിക്കുന്നത് അല്ലെങ്കിൽ തസ്ഗീറാക്കുമ്പം താഴ് നിർബന്ധമാണ്. ഉനൈമത്ത് എന്ന് പറയണം. അത് ലഫ്ളിയായ ചർച്ചയാണ്.
അതിൻ്റെ അവസാനം പറയുന്നത് ആ മുസ്ലിം തന്നെ യഫിറു, മുസ്ലിം ഹാലാക്കുക, യഫിറു ബിദീനിഹി, അവൻ്റെ ദീനും കൊണ്ട് ഓടും. എന്തിനെ തൊട്ട് ഓടും? ഫിത്നയെ തൊട്ട് ഓടും. ആ നിലക്ക് മുസ്ലിമിൻ്റെ ഏറ്റവും ഉത്തമമായ മുതൽ ആടാവാൻ അടുത്തായിട്ടുണ്ട്. ഹാലാണ്. ഇവിടെ പലരും ചോദ്യം ചോദിച്ചിട്ടുണ്ട്, ഈ ബാബെന്താ? ബാബുൻ മിനദ്ദീനി അൽ ഫിറാറു മിനൽ ഫിതൻ, ഫിതനെ തൊട്ട് ഓടൽ ദീനിൽപ്പെട്ടതാണ്. ഈ ഹദീസിൽ അതുണ്ടോ? ഈ ഹദീസിൽ നിന്ന് അത് കിട്ടുമോ? ഫിതനയെ തൊട്ട് ഓടൽ ദീനാണ് എന്നവിടെയാണ്. യഫിറു ബിദീനിഹി മിനൽ ഫിതൻ, അവൻ്റെ ദീനും കൊണ്ട് ഫിതനയെ തൊട്ട് ഓടുന്നു. ആ ഒരു അവസ്ഥയിൽ അവൻ്റെ ഉത്തമമായ മുതൽ ആടാണ്. എന്നിട്ട് ആടുമായി ഓൻ മലൻ്റെ കുന്നും പുറത്ത്, ഈ മലപ്പുറത്ത്, അവിടെ എല്ലാം അവൻ ആടുമായി അവൻ താമസിക്കും. അല്ലെങ്കിൽ വെള്ളം പുല്ലുമുള്ള ഏതെങ്കിലും മഴ വർഷിച്ച സ്ഥലത്ത് കാട്ടിലോടെങ്കിലും പോയിട്ട് താമസിക്കും എന്ന് പറഞ്ഞതിൽ നിന്ന് എവിടെയാണ് ഫിത്നയെ തൊട്ട് ഓടൽ ദീനിൽപ്പെട്ടതാണെന്ന് എവിടെയാണ് ഈ ഹദീസിൽ? في الاستدلال بهذا الحديث للترجمة نظر لأنه لا يلزم من لفظ الحديث عد الفرار دينا. ഓടൽ ദീനാണ് എന്ന് എവിടെയാണ് ഈ ഹദീസിലുള്ളത്? പിന്നെ ഈ ബാബും ഹദീസും തമ്മിൽ എന്ത് ബന്ധാണുള്ളത്? ഇങ്ങനെയുള്ള സംശയാക്കുന്ന ആളുകളുണ്ട്. ഞാൻ ഇനിയാണ് വാദിച്ചത്. യഥാർത്ഥത്തിൽ ഇങ്ങനെയുള്ള സംശയങ്ങൾ വരുന്നത് ഇമാം ബുഖാരിയെ സംബന്ധിച്ചുള്ള പൂർണ്ണമായ ധാരണ കുറവാണത്. ഇവിടെ ഇമാം ബുഖാരി റളിയല്ലാഹു അൻഹു ഇവിടെ ചെയ്യുന്നത് ഒരു വാദപ്രതിവാദം ചെയ്യുന്നത് പോലെ ബാബിടുക, അതൊരു വാദം. എന്നിട്ട് ആ വാദം തെളിയിക്കാൻ ഹദീസ്, ഇങ്ങനെ മനസ്സിലാക്കിയത് കൊണ്ടുള്ള അബദ്ധമാണത്. യഥാർത്ഥത്തിൽ ബാബിന് തെളിവായിട്ട് തന്നെ ആവണമെന്നില്ല. ഹദീസ് മുമ്പ് പലപ്പോഴും സൂചിപ്പിച്ചിട്ടുണ്ട്. ആ നിലക്ക് മനസ്സിലാക്കിയത് കൊണ്ടാണ് ബാബിന് എങ്ങനെ ഈ ബാബിൽ പറഞ്ഞ വിഷയം ഈ ഹദീസിൽ കിട്ടുമോ? ഈ ഹദീസിനകത്ത് വിഷയമില്ലല്ലോ. ഫിറാറും മിനൽ ഫിത്തൻ ദീനിൽപ്പെട്ടതാണ് എന്ന് എവിടെയാണ് ഹദീസിൽ ചോദ്യം വരുന്നത്? അതുകൊണ്ടാണ്. യഥാർത്ഥത്തിൽ ഇമാം ബുഖാരി എന്താണ് ഉദ്ദേശിച്ചത്? ഇമാം ബുഖാരിയുടെ ബാബിലാണ് ഫിഖ് എന്നുള്ളത് എല്ലാവർക്കും അറിയുന്ന വിഷയമാണ്. ആ ഫിഖാണ് ഇവിടെ ഉള്ളത്. ഈ ഹദീസിൻ്റെ പ്രധാനപ്പെട്ട പിടുത്തം യഫിറു ബിദീനിഹി മിനൽ ഫിത്നി എന്ന ഭാഗമാണെന്നാണ് ഇമാം ബുഖാരി ഉദ്ദേശിക്കുന്നത്. മലൻ്റെ മോളിൽ ജനങ്ങളെല്ലാം ഒഴിവാക്കി അവരെ ആടിനിന്തൊളിച്ച് ജീവിക്കുക എന്ന് പറഞ്ഞാൽ പവറുള്ള കാര്യമൊന്നുമല്ല. അത് പവറല്ല. അല്ലെങ്കിൽ കുറെ പുല്ലും വെള്ളം ഉള്ളോർത്ത് ആടല കൊണ്ടുപോയി നോക്കലും അതും കൂലുള്ള കാര്യം, അതൊന്നും പ്രത്യേകതയുള്ള കാലല്ല. ഇവന്റെ മുതല് കച്ചവടമാണ് ഏറ്റവും അഫ്സലെന്നില്ലേ, അതെല്ലാം ഒഴിവാക്കി അവൻ ഉപജീവന മാർഗത്തിന് ആടിനെ നോക്കുന്നു. അതിൻ്റെ പ്രധാന പിടുത്തം യൂസികു അയ്യകൂന ഖൈറ മാലിൽ മുസ്ലിമി ഗനമുൻ, ആ മുസ്ലിമിനിക്കാണ് സിഫത്ത് കൊടുക്കുന്നത്. ഏത് സ്ഥിതിയിലുള്ള മുസ്ലിം, ആ മുസ്ലിം തന്നെ അവൻ്റെ ഫിത്ന ദീനിലുള്ള ഫിത്നയെ തൊട്ട് ദീനുമായി അവൻ ഓടുന്നു. ഫിത്നയെ തൊട്ട് അവൻ്റെ ദീനും കൊണ്ട് ഓൻ ഓടുന്നു. ആ നിലക്കുള്ള മുസ്ലിം അവനിക്കാണ് ഖൈറുമാലായിട്ട് ഓനം വരുന്നത്. അപ്പോൾ ഈ ഹദീസിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ബയാൻ ചെയ്യുന്ന വിഷയം, ഒരു മുസ്ലിം അവൻ്റെ ദീനിൻ്റെ വിഷയത്തിൽ അവൻ ഭയപ്പെട്ടു കഴിഞ്ഞാൽ അവൻ നാടും വീണ്ടും വിട്ട് ജനസമ്പർക്കം 100% ഒഴിവാക്കി ഒറ്റപ്പെട്ട് ഏതെങ്കിലും കുന്നും പുറത്തോ ഏതെങ്കിലും മലപ്പുറത്തോ പോയി ജീവിക്കുകയാണെങ്കിൽ അവൻ്റെ ഉപജീവനമായിട്ട് ആ ആടിനെ നോക്കുന്നത് അവനിക്ക് ഉത്തമമാണ്. കാരണം അവൻ്റെ ദീനാണ് അവൻ്റെ പ്രശ്നം. ദീനിനിക്ക് കോട്ടം അവൻ ജനങ്ങളുമായി സമ്പർക്കത്തിലേർപ്പെട്ടാൽ ദീനിനിക്ക് എന്തെങ്കിലും കോട്ടം വരും എന്നവന് പേടിച്ചാൽ നാട് ആകെ ഫിത്നയായ സമയമാണ്. ഈ ഫിത്നയായ നാട്, നന്മകൾ വളരെ കുറവ്,
അവനാണെങ്കിലോ എന്തെങ്കിലും ഉപദേശിക്കുകയാണെങ്കിൽ അതാണല്ലോ മുങ്കർ കണ്ടാൽ മുസ്ലിമിന് ചെയ്യാനുള്ളത്. അത് ചെയ്താൽ അതും പ്രശ്നമായി വരും, അതും പറയാൻ പറ്റാത്ത അവസ്ഥ. ഒരു തിന്മയെ വിരോധിച്ചാൽ അതിന് ഓൻ ആരാണ്, ഓൻ അത് എന്തിനെ ഏൽപ്പിച്ചു? ചിലപ്പോൾ അത് കേസ് കൂടെ കൊടുത്തിട്ട് അവരെ സ്വീപ്പാക്കാനുള്ള കാരണമുണ്ട്, അവരെ കൊല്ലാൻ വരെ അത് കാരണമാവും. തിന്മക്കെതിരായിട്ട് വായ ഉയർത്തിയാൽ അപ്പോൾ ഒന്നും കേൾക്കാതെ ഒന്നും കാണാതെ അവൻ അല്ലാഹുവിനെ മാത്രം ഇബാദത്ത് ചെയ്യാൻ ഈ സാഹചര്യത്തിൽ പോകുന്നത്, അതാണ് ദീന്. അപ്പൊ ഇമാം ബുഖാരി ചെയ്ത എന്താ, ഹദീസിന്റെ മർമ്മം എവിടെയെന്ന് വിശദീകരിക്കുക. അങ്ങനെ ഈ ദീൻ സംരക്ഷിക്കാൻ വേണ്ടി മലമ്പുറത്തേക്ക് കുന്നുംപുറത്തേക്ക് ആടുമായി ഉപജീവനത്തിനുള്ള ആടുമായി പോകുന്നത്, ആ ആട് അവൻ്റെ ഖൈർ മൂല മുതലായി വരുന്നത് അവൻ്റെ ഈ ലക്ഷണമുണ്ടായത് കൊണ്ടിട്ടാണ്, ദീൻ സംരക്ഷിക്കാറുള്ളത് കൊണ്ടിട്ടാണ്. അപ്പം ആട് സ്വയം അതേതല്ല ഒരു ഖൈർ മാൽ എന്ന് പറഞ്ഞുകൂടാ. അതിനേക്കാളും ഖൈർ അനാഫുലല്ലേ, ഏറ്റവും ഉത്തമമായ മുതലുകൾ വേറെയും ഉണ്ടാവാം. ആട് മാത്രമാണെന്ന് പറയേണ്ട ആവശ്യമില്ല. പക്ഷെ ഈ സാഹചര്യത്തിൽ ഈ ദീനുമായി സംരക്ഷിക്കാൻ അവൻ ദീനുമായി ജീവിക്കാൻ വേണ്ടി പോകുന്ന ആട് വരെ ഖൈറുമാലാണെങ്കിൽ പിന്നെ ആ ഫിറാറിന് വേണ്ടിയല്ലേ അവൻ പോകുന്നത്. അപ്പം അവൻ്റെ യഥാർത്ഥ ലക്ഷ്യം ദീൻ സംരക്ഷണമാണ്. അതാണ് ഏറ്റവും അഫ്ളല്. അത് ദീനിൽ ഇസ്ലാമിൽപ്പെട്ടതാണ്, ഈമാനിൽപ്പെട്ടതാണ്, അത് ദീനിൽപ്പെട്ടതാണ്. അതിനല്ല ബഹുമാനപ്പെട്ട മഹാന്മാരായ നമ്മുടെ സൂഫിയാക്കൾ ഇക്കാലത്ത് എന്താണ് നല്ലത്, തങ്ങൾ ഓതിയില്ലേ. ബഹുമാനപ്പെട്ട ഇമാം നവവി റളിയല്ലാഹു അൻഹു ഇതിനെ സംബന്ധിച്ച് വിശദമായി പറഞ്ഞിട്ടുണ്ട്. മദ്ഹബു ശാഫി വൽ അക്സരീന ഇലാ തഫ്ളീലിൽ ഖുൽതത്തി ലിമാ ഫിഹാ മിൻ ഇക്തിസാബിൽ ഫവായിദി വശുഹൂദി ശആയിരിൽ ഇസ്ലാമി വതക്ദീർ സവാദിൽ മുസ്ലിമീന വഇസാലിൽ ഖൈരി ഇലൈഹിം വലു ബിഇയാദത്തിൽ മർളാ വതസ്യീഹിൽ ജനായിസ് വഇഫ്ശാഇസ് സലാമി വൽഅംരി ബിൽ മഅറൂഫി വന്നഹ്യി അനിൽ മുൻകരി വത്തആവുനി അലൽ ബിർരി വത്തഖ്വാ وإعانة المحتاج وحضور جماعات ولذلك مما يقدر عليه كل أحد فإن كان صاحب علم أو زهد تأكد فضل اختلاطه. അവനിക്ക് ജനങ്ങളുമായി സമ്പർക്കത്തിൽ ഏർപ്പെട്ട് എന്തെങ്കിലും നന്മകൾ വാരിക്കൂട്ടാൻ കഴിയും. അവനിക്ക് ജുമുഅക്ക് പോവാം, ജമാഅത്തിന് പോവാം, മയ്യത്ത് പരിപാലനത്തിൽ പങ്കെടുക്കാം, രോഗികളെ സന്ദർശിക്കാം, ഇതുപോലെയുള്ള ആർക്കെങ്കിലും എന്തെങ്കിലും ഒത്താശകൾ ചെയ്യാം. ഇതെല്ലാം ജനങ്ങളുടെ കൂട്ടത്തിലുണ്ടാവുമ്പോഴല്ലേ ഉള്ളൂ. ഇങ്ങനെ എന്തെങ്കിലും നന്മ ചെയ്യാൻ കഴിയും. തിന്മയിൽ നിന്ന് അവൻ സ്വയം മാറി നിന്നാൽ മതി. എങ്കിൽ അവനിക്ക് ജനസമ്പർക്കമാണ് നല്ലത്. നേരെ മറിച്ച് ഒരു നിലക്കും അവനിക്ക് ജനങ്ങളുമായി സഹകരിച്ച് മുന്നോട്ട് പോയാൽ അവൻ്റെ ദീനിക്ക് പ്രശ്നം വരും എന്നുണ്ടെങ്കിൽ മാത്രമാണ് ഉസ്ലത്ത് നല്ലത്. എല്ലാ സമയത്ത് ജുമുഅയിലും ജമാഅത്തിലും പങ്കെടുത്ത് പോകുന്ന അതാണ് നല്ലത്. ഇതാണ് ഷാഫി മദ്ഹബ്. എങ്ങനെങ്കിലും അവനിക്ക് രക്ഷപ്പെടാൻ കഴിയും, എന്തെങ്കിലും ഖൈർ ചെയ്യാൻ കഴിയുമെന്നുണ്ടെങ്കിൽ. ഒരു പൊട്ടനായി അവരുടെ ഇടയിൽ ഒന്നും അറിയാതെ ജുമുഅക്ക് പോകുന്നു, ജമാഅത്തിൽ പോകുന്നു, മരിച്ചോടത്ത് പോകുന്നു, ഒരു ഉപദേശിക്കാനോ ജനങ്ങളുമായി കൂടിയിരിക്കാനോ അവരുമായുള്ള നാദികളിൽ പോകാനോ ക്ലബ്ബുകളിൽ പോകാനോ അതൊന്നും ഒഴിവില്ല. എന്നാൽ അത്യാവശ്യമായി ദീനിയായ ശിആറുകളിൽ പങ്കെടുക്കാനും കഴിയും. അതുകൊണ്ട് അവൻ്റെ ആരും ഉപദ്രവിക്കാൻ വരൂല, അവൻ്റെ ദീന് കോട്ടം പറ്റൂല എന്നുണ്ടെങ്കിൽ അവനിക്ക് ജനങ്ങളുമായി ഏർപ്പെടലാണ് ഏറ്റവും നല്ലത് എന്നുള്ളതാണ് ബഹുമാനപ്പെട്ട ഇമാം ഷാഫിയുടെ മദ്ഹബുള്ളത്. നേരെ മറിച്ച് വേറെ കുറേ ആളുകൾ പറഞ്ഞിട്ടുണ്ട്, നാട് ഫിത്നയായി കഴിഞ്ഞാൽ അവർക്ക് ഏറ്റവും നല്ലത് ഉസ്ലത്താണ്. ഉസ്ലത്ത് എന്ന് പറഞ്ഞാൽ ജനങ്ങളുമായുള്ള ജനസമ്പർക്കം ഒഴിവാക്കൽ. ബഹുമാനപ്പെട്ട ഇമാം അബൂ ഹനീഫ റഹ്മത്തുള്ളാഹി അലൈഹി ഏകദേശം ആ ഒരു അഭിപ്രായക്കാരനാണ്. ജനങ്ങളുമായി സമ്പർക്കത്തിൽ ഏർപ്പെട്ട് കഴിഞ്ഞാൽ ഇവൻ്റെ എന്തെങ്കിലും നഷ്ടപ്പെടാൻ സാധ്യതയുണ്ടെങ്കിൽ പോലും പിന്നെ ജനസമ്പർക്കത്തിൽ നിൽക്കണ്ട. ജുമുഅൻ്റെ ബാങ്ക് കേൾക്കണോർത്ത് ജമാഅത്തിന് ബാങ്ക് കേൾക്കണോർത്ത് ഓൻ താമസിക്കണ്ട. ബാങ്ക് കേട്ടാൽ ഓൻ പോകണം, പോലാണ് അതിൻ്റെ മര്യാദ. അത് പോകാതിരിക്കൽ ശരിയല്ല.